പാർത്ഥ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായ കലാപം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു തലവേദനയായി ബംഗ്ലാദേശ് ഇപ്പോൾ മാറുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം എന്തെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിലെ ജമാഅത്തി ഇസ്ലാമിന് വേണ്ടി ഖത്തർ ഫണ്ട് ഇറക്കി. അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവിടെ നിന്ന് ആക്രമിക്കാനുള്ള ഫണ്ട് ഇവർക്ക്, ഈ തീവ്രവാദ ശക്തികൾക്ക് നൽകിയത് ഖത്തറാണെന്നുള്ളത്. ഇത് ഇന്ത്യ അറിഞ്ഞാലുള്ള ഖത്തറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യ എന്തായാലും ഇത്രയും മാധ്യമ വാർത്തകളൊക്കെ വന്ന സ്ഥിതിക്ക് എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ഒക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാവും. പിന്നെ അജിത് ഡോവൽ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ത്യ വളരെ കൃത്യമായി ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഖത്തറാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് പിന്നിലെങ്കിൽ ഖത്തറിൻ്റെ ചീട്ട് കീറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. കാരണം ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശിൽ വലിയ ജനാധിപത്യ ധ്വംസനം, മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ അവിടെ തീവ്രവാദികൾ ചെയ്തു കൂട്ടുകയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് ട്രംപ് ജനുവരി 20 അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. കാരണം താൻ ഒരു ഏകാധിപതിയാകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദത്തെ തുടച്ചു നിൽക്കാൻ താൻ ഒരു ഏകാധിപതിയാകും. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്വത്ത്, അമേരിക്കയുടെ പണം അനാവശ്യമായി തിന്നുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കുമുള്ള തിരിച്ചടിയായിരിക്കും താൻ അധികാരത്തിലേറുന്നത് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒരിക്കൽ 5 വർഷം ഭരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അടുത്ത ഭരണം എന്ന് പറയുന്നത് വളരെ ഇത്തരം ആളുകളൊക്കെ പേടിക്കേണ്ടത് തന്നെയാണ്. കുറേ അധികം മുന്നറിയിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനകത്ത് വളരെ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം വരികയാണ്, സംവരണ വിരുദ്ധ പ്രക്ഷോഭം. ചില ആളുകൾക്ക് മാത്രം അവിടെ സംവരണം കൊടുക്കുന്നു, മറ്റുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തോട് കൂടിയാണ് ഈ ബംഗ്ലാദേശിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അത് പതുക്കെ വളരുന്നു. ആ പ്രക്ഷോഭം പിന്നീട് പല സംഘടനകളും ഏറ്റെടുക്കുന്നു. ആ സംഘടനകൾ ഏറ്റെടുത്തതോടുകൂടി പിന്നീട് അതൊരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പിന്നീട് പൊടുന്നനെ ന്യൂനപക്ഷ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു. അതായത് ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ചൈന, പാർസി വിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, അവരെ അടിച്ചോടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, ഇതൊരു മുസ്ലിം രാജ്യമാണ്, ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഷെയ്ഖ് ഹസീനയെയും ആ കുടുംബത്തെയും തന്നെ കെട്ടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആ സമരം പിന്നീട് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ തരത്തിലുള്ള ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ട ഒരവസ്ഥ വരുന്നു. ഇന്ത്യയിൽ അഭയം തേടേണ്ട അവസ്ഥ വരുന്നു. അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അടിച്ചു തകർക്കുന്നു, തച്ചു തകർക്കുന്നു. കാളി വിഗ്രഹം പൊട്ടിച്ചു കളയുന്ന ആ ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടു. അവരുടെ രാഷ്ട്രപിതാവിൻ്റെ തലയിൽ കയറി മൂത്രമൊഴിക്കുന്ന കാഴ്ചയും നമ്മളിവിടെ കണ്ടു. മൗദൂദിസ്റ്റുകൾ, അതായത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വളരെ വലിയ എന്തോ തേങ്ങയാണ് എന്നൊക്കെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അതേ മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവിടെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള, എന്തിനാണ് അയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയതെന്ന് എനിക്കറിയില്ല, യൂനുസിനെ ഇടക്കാല സർക്കാരിൻ്റെ പ്രസിഡന്റായിട്ട് നിലനിർത്തുന്നു. അങ്ങനെ അദ്ദേഹം വന്നതിന് ശേഷം കൂടുതലായി ആക്രമണങ്ങൾ വരുന്നു. പിന്നെ ഇസ്കോണിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു പുരോഹിതരുടെയും ഹിന്ദു സന്യാസിമാരെയും ഒക്കെ കൂട്ടത്തോടെ ജയിലിലടയ്ക്കുന്നു. ഇവർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീലന്മാരെ വല്ല ഭീഷണിപ്പെടുത്തുന്നു. അവിടുത്തെ ബംഗ്ലാദേശ് സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങളുമായി എത്തുന്ന ആളുകളെ സുപ്രീം കോടതിയുടെ മുന്നിലിട്ട് അടിച്ച് കാല് പൊട്ടിക്കുന്നു, നട്ടല് പൊട്ടിക്കുന്നു, ICUവിൽ ഇടേണ്ടി വരുന്നു. ICUവിൽ നിന്ന് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആശുപത്രികളിൽ കയറി ആക്രമിക്കുന്നു. ഇത്തരത്തിലുള്ള എന്തൊക്കെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഹിന്ദുക്കളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി കാണുന്ന പശുക്കളെ തീർത്ത് അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഇതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. തീർച്ചയായിട്ടും ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക്, മൗദൂദികൾക്ക് എങ്ങനെയാണ് പണം കിട്ടിയത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഇപ്പോൾ ധന്യ നേരത്തെ ചോദിച്ചതുപോലെ അതിനുള്ളൊരു ഉത്തരമായി എന്നതാണ്. ഖത്തർ ഇതിനിടയിലും കയറി കളിച്ചിരിക്കുന്നു. എന്താണ് ഖത്തറിൻ്റെ യഥാർത്ഥ പ്രശ്നം? ഈ പറയുന്ന പലസ്തീനിലെ ഹമാസ്, അതുപോലെ തന്നെ ഹൂത്തികൾ, ഇറാനുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ള, ഇത്തരം ആളുകൾ, ISIS ഒക്കെ തീർന്നു. ഇതിനെയൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊക്കെ സഹായം ചെയ്തു കൊടുത്തത് ഖത്തറായിരുന്നു.
ആലോചിക്കണം. അവിടെ ഖത്തറിന് വളരെ കൃത്യമായി അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇവന്മാരെ അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള പണി വേറെ ആയിരിക്കും. അതോടുകൂടി ഖത്തർ അവിടെ നിന്ന് അവരെ മാറ്റി. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു എന്താണ് അറബ് രാജ്യമെന്ന ഒരു സുരക്ഷിതമായ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് തിരിച്ചു ഉള്ളിൽ കൂടെ വളരെ കൃത്യമായ ഒരു വർഗീയത, ഒരു തീവ്രവാദം ഖത്തറിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയങ്ങൾ. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇത്തരം ഒരു അട്ടിമറിക്ക് ഖത്തറിൻ്റെ സഹായമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്? എന്തുകൊണ്ടാണ് ഇസ്മയിൽ ഹനിയെ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് അവിടെ സുരക്ഷിതമായ താവളം ഒരുക്കുന്നത്? സിറിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഖത്തറിൻ്റെ ഒളിച്ചുകടത്തൽ, അതായത് ആയുധങ്ങളടക്കം വാങ്ങാൻ സാമ്പത്തികം കൊടുക്കുന്നു. ആയുധങ്ങളൊന്നും ഖത്തറിൻ്റെ കയ്യിലില്ല വലിയനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായമായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു അറബ് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഖത്തറിന് വളരെ കൃത്യമായ ചില തീവ്രവാദ നിലപാടുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഖത്തർ ഈ പറയുന്ന ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഒന്നും വിസ കൊടുക്കാത്ത, അതായത് ഡയറക്റ്റ് അല്ലാതെ തന്നെ മറ്റ് ജിയോസികളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ഈ കൃത്യമായി എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആളുകൾക്ക്, മറ്റ് ഇതര മതസ്ഥർക്ക് വിസ കൊടുക്കാത്ത ഒരു രീതി അവിടെ ഉണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഖത്തറിന് എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെളുപ്പിക്കുന്ന പോലത്തെ ചർച്ചകളല്ല വേണ്ടത്. നമ്മൾ കണ്ടം തരുന്ന നാടിനെ നിങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്ന കുറേ ആളുകളുണ്ട്. അത് ശരിയായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ഖത്തറിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണെങ്കിൽ അത് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? നരേന്ദ്രമോദി ഗൾഫ് രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് കുവൈത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉള്ളിൽ കൂടി കളിക്കുന്ന ഒരു മതപരമായി ഭിന്നിപ്പുണ്ടാക്കുന്ന, ലോകത്ത് തന്നെ ഇസ്ലാമിക വർഗീയവാദത്തെ, ഇസ്ലാമിക തീവ്രവാദത്തെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ലോകത്തൊരു സമാധാനത്തിൻ്റെ വിഘ്നം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തറിൻ്റെ നടപടികൾക്കെതിരായി കൊണ്ട് കൃത്യമായ നീക്കം, കൃത്യമായ പ്രസ്താവനകൾ അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യ കുറേയധികം കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ജൈവികപരമായിട്ടുള്ള ചില വസ്തുക്കളുടെ കയറ്റുമതി, ഈ ജൈവ വസ്തുക്കളുടെ കയറ്റുമതിയുണ്ട്, ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങളുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്ന രീതിയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ എത്രയോ അധികം ഈ പറയുന്ന ഖത്തറിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിൽ ഇനിയും ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് ഇതായിരിക്കില്ല എന്ന് വളരെ കൃത്യമായി ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യ വെറും വാക്ക് പറയാറില്ല. അങ്ങനെ ഇടപെടേണ്ട സമയത്ത് കൃത്യമായി ഇടപെടും. പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു അതിർത്തിക്കുള്ളിൽ കടന്നു കയറി നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ള നിലയിലാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. അതിനിടയിലാണ് അരാക്കൻ ആർമി ഈ ബംഗ്ലാദേശിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നത്. നല്ല പണി അവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യയും കൂടി ചേർന്നാൽ ഒലിച്ചു പോകും ഈ പറയുന്ന ബംഗ്ലാദേശ്. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഖത്തർ നിൽക്കുന്നത്, ഖത്തറിനെ പോലൊരു രാജ്യം നിൽക്കുന്നത് നമുക്കൊക്കെ ഒരു അത്ഭുതപ്പെടുന്നില്ലേ നമ്മളെയൊക്കെ? തീർച്ചയായിട്ടും ബംഗ്ലാദേശിലേക്ക്, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ തീർക്കാനായി ഖത്തർ ഫണ്ട് മുടക്കി എന്ന് പറയുമ്പോൾ അത് അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാർത്ഥൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറിന് വേണ്ടി ഇന്ത്യ ഒരുപാട് കൈയഴിഞ്ഞ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്നിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനും അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും മറ്റ് മതസ്ഥരെയും, അതായത് ഇവർക്ക് ബുദ്ധ, പാഴ്സി പോലുള്ള മറ്റു മതസ്ഥരെയും തീർക്കാനായി അല്ലെങ്കിൽ അവരെയും ആക്രമിക്കാനായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ഖത്തർ കൊടുത്തു എന്ന് ഇന്ത്യ അറിയുമ്പോൾ ഒരുപക്ഷെ ഉപരോധം അമേരിക്ക വഴി ഖത്തറിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഖത്തർ പ്രതിസന്ധിയിലാകുന്നത് ഇന്ത്യ തീർക്കുന്ന ചില പരിധികൾ കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും മോദി സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഖത്തറിനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും.